ഇന്ന് ഈ 2025 പുതുവർഷ ആരംഭത്തിൽ തന്നെ നമുക്ക് ദൈവത്തോട് കൂടുതൽ ചേർന്നു നിൽക്കാനും കർത്താവിനോട് കൂടുതൽ പ്രാർത്ഥിക്കുവാനും കഴിയണം. അനേകം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അവയൊന്നും നമ്മെ ഏൽക്കുകയില്ല. ഇന്ന് നിങ്ങൾ എത്ര വലിയ പ്രതിസന്ധിയിലൂടെയാണോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അവയെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്നത്തെ കർത്താവിനോടുള്ള ഈ ശക്തമായ പ്രാർത്ഥന നാം ഓരോരുത്തരുടെയും നിയോഗങ്ങൾ സാധിക്കുവാൻ വേണ്ടിയുള്ളതാണ്. എല്ലാവരും വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ പങ്കെടുക്കുക. സ്നേഹപിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേ തിരുമുമ്പിൽ സമ്മേളിച്ചിരിക്കുന്ന മക്കളെ അങ്ങ് കടാക്ഷിച്ചാലും അങ്ങ് ഞങ്ങളുടെ ജീവന്റെ ഉറവയും നിലനിൽപ്പിനും വളർച്ചയ്ക്കും മൂലകാരണവുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ ബുദ്ധിയും മനസ്സും ശരീരവും ഹൃദയവും അവയുടെ എല്ലാ കഴിവുകളും ഞങ്ങളുടെ സുഖദുഃഖങ്ങളും ആശകളും ഉത്കണ്ഠകളും ഞങ്ങൾക്കുള്ള സർവവും അങ്ങേ തൃപ്പാദിങ്കൽ കാഴ്ചവെക്കുന്നു. പ്രത്യേകമായി ഇപ്പോൾ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന അങ്ങേക്ക് പ്രീതികരമായ വിധത്തിൽ ഭക്തിയോടെ സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവുമെന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000, എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. പർവ്വതങ്ങളിലേക്ക്
ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്തു ഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിലും നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ കുടുംബത്തെ അങ്ങയുടെ സ്നേഹത്തിലും സമാധാനത്തിലും എന്നും നിലനിർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുടുംബജീവിതത്തിൻ്റെ മാന്യതയ്ക്കും പരിശുദ്ധിക്കും എതിരായ എല്ലാ പ്രവണതകളിലും നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ഞങ്ങൾ പരസ്പര ധാരണയും സ്നേഹവും വിശ്വസ്തതയും പുലർത്തി മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ, സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അങ്ങിൽ മാത്രം ആശ്രയിച്ചു ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാർ സ്നേഹത്തിലും ഐക്യത്തിലും വിശ്വസ്തതയിലും ജീവിച്ച് ഞങ്ങൾക്ക് മാതൃകയാകാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, അങ്ങ് ഞങ്ങൾക്കു നൽകിയ മക്കളെയും സഹോദരങ്ങളെയും എല്ലാ ആപത്തുകളിലും നിന്ന് കാത്തു രക്ഷിക്കണമെന്ന് അങ്ങയുടെ തിരുവിഷ്ടം നിറവേറ്റുന്നവരായി ജീവിക്കാൻ അവരെ പഠിപ്പിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ബന്ധുമിത്രാദികളും അയൽവാസികളുമായി നല്ല ബന്ധം പുലർത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, അങ്ങേ ധന്യമായ നിമന്ത്രണങ്ങൾ ശ്രവിക്കാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും അങ്ങേ തിരുമനസ്സിനൊത്ത വിധം ജീവിച്ച് സ്വർഗത്തിൽ അങ്ങേ സന്നിധിയിൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടുമൊത്ത് നിത്യാനന്ദത്തിൽ പങ്കുചേരാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, അങ്ങയോടൊത്ത് ചെലവഴിച്ച ഈ നിമിഷങ്ങളെ പ്രതി അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ അരൂപിയാൽ ആകർഷിക്കപ്പെടാതെ ആരും അങ്ങേ പക്കൽ എത്തുകയില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങ് വാത്സല്യത്തോടെ ഞങ്ങളെ ക്ഷണിച്ചതിനും അങ്ങയുടെ സ്നേഹാനുഭവത്തിൽ
പങ്കുചേരാൻ അവസരം തന്നതിനും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനായും ഞങ്ങളെ ഓരോരുത്തരെ പൂർണ്ണമായും അങ്ങേ പക്കൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ആവശ്യങ്ങളും അങ്ങറിയുന്നുവല്ലോ. അങ്ങേ മക്കളായ ഞങ്ങളുടെ ഇടയിൽ ഐക്യവും സ്നേഹവും പ്രത്യാശയും വളർത്തി ക്രൈസ്തവ കൂട്ടായ്മയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പ്രാപ്തരാക്കുക. ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും മരണത്തിൽ നിന്ന് ജീവനിലേക്കും നയിക്കുക. നാഥ, അവസാനമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളെ നടത്തുന്നതിനും അങ്ങയുടെ തിരുമനസ്സറിഞ്ഞ് ജീവിക്കുന്നതിനും ഞങ്ങളെ സഹായിച്ചാലും. ആമേൻ.